കേരളത്തിലെ 80% ഫ്രാഞ്ചൈസികളും പൂട്ടുന്നത് എന്തുകൊണ്ടാണ്? പണം മുടക്കും മുമ്പ് ഇതൊന്ന് കാണുന്നത് നന്നായിരിക്കും. കേരളത്തിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും ഫ്രാഞ്ചൈസി ബിസിനസ്സുകളുടെ ബഹളമാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം പരസ്യങ്ങളുടെ ഒഴുക്കാണ്. 5 ലക്ഷം മുടക്കുവോ, മാസം 50,000 രൂപ വീട്ടിലിരുന്ന് സമ്പാദിക്കാം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ മെഷീൻ വാങ്ങൂ, ഉണ്ടാക്കുന്ന സാധനം ഞങ്ങൾ തന്നെ തിരികെ എടുത്തോളാം എന്നൊക്കെയാണ് വാഗ്ദാനങ്ങൾ. ഇത് കണ്ട് പലരും കയ്യിലുള്ളതും കടം വാങ്ങിയതും എല്ലാം ചേർത്ത് ഇത്തരം ബിസിനസ്സുകളിൽ കൊണ്ടുപോയി ഇടാറുണ്ട്. എന്നാൽ സത്യം എന്താണെന്ന് അറിയാമോ? ആവേശത്തോടെ തുടങ്ങുന്ന 80% ഫ്രാഞ്ചൈസികളും ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ പൂട്ടാറാണ് പതിവ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നഷ്ടപ്പെടാതിരിക്കാൻ ഈ കണക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതിനുവേണ്ടി വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം പകുതി വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകില്ല. പല ഫ്രാഞ്ചൈസി കമ്പനികളുടെയും യഥാർത്ഥ ലാഭം അവർ വിൽക്കുന്ന പ്രോഡക്റ്റിൽ നിന്നല്ല, മറിച്ച് നിങ്ങളെ കൊണ്ട് പുതിയ ഔട്ട്ലെറ്റുകൾ തുടങ്ങിപ്പിക്കുന്നതിലൂടെയാണ് എന്ന് മനസ്സിലാക്കുക. 5 ലക്ഷം രൂപ ഫ്രാഞ്ചൈസി ഫീസും ഇന്റീരിയറും മെഷീനും എല്ലാം ചേർത്ത് നിങ്ങളിൽ നിന്ന് അവർ ഈടാക്കുമ്പോൾ തന്നെ അവർക്കുള്ള ലാഭം അവർ എടുത്തു കഴിഞ്ഞു. നിങ്ങളുടെ കട നന്നായി നടന്നാലും ഇല്ലെങ്കിലും അവർക്ക് നഷ്ടമൊന്നുമില്ല. പലപ്പോഴും മാർക്കറ്റിൽ 50,000 രൂപയ്ക്ക് കിട്ടുന്ന മെഷീനുകൾ ആയിരിക്കും 1.5 ലക്ഷത്തിന് അവർ നിങ്ങൾക്ക് സെറ്റ് ചെയ്തു തരുന്നത്. അതുകൊണ്ട് തന്നെ പണം മുടക്കുന്നതിന് മുമ്പ് ആ ബ്രാൻഡിന് വിപണിയിൽ എന്ത് വിലയുണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ഒരു യഥാർത്ഥ കണക്ക് നോക്കാം. നിങ്ങളൊരു ഫുഡ് ഫ്രാഞ്ചൈസി എടുത്തു എന്ന് കരുതുക. കരാർ പ്രകാരം ചിക്കനോ മസാലയോ പാക്കിംഗ് കവറോ എല്ലാം അവരുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം എന്നായിരിക്കും കണ്ടീഷൻ. ഇതിനെയാണ് റോ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് അവർ വിളിക്കുന്നത്. സാധാരണ പുറത്തുനിന്ന് വാങ്ങിയാൽ 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ബ്രാൻഡിന്റെ പേരിൽ അവർ നിങ്ങൾക്ക് തരുന്നത് 140 രൂപയ്ക്കായിരിക്കും, ഇല്ലെങ്കിൽ അതിൽ അധികം രൂപയ്ക്കായിരിക്കും. ഉദാഹരണത്തിന്, ഒരു ദിവസം നിങ്ങൾ 5,000 രൂപയുടെ കച്ചവടം നടത്തി എന്ന് കരുതുക. അതിൽ ഏകദേശം 2,500 രൂപയും ഈ സാധനങ്ങൾ വാങ്ങാൻ തന്നെ ചിലവാകും. ബാക്കി നിങ്ങളുടെ കയ്യിലുള്ളത് വെറും 2,500 രൂപയാണ്. ഈ ബാക്കിയുള്ള 2,500 രൂപ ലാഭമാണെന്ന് കരുതരുത്. അവിടെയാണ് കേരളത്തിലെ ചിലവ് വില്ലനാകുന്നത്. കേരളത്തിൽ ഒരു ചെറിയ കടമുറിക്ക് പോലും ഭീമമായ വാടകയും അഡ്വാൻസുമാണ് ഈടാക്കുന്നത്. നാട്ടുകാരും പഠിച്ചുപോയി. വാടക ദിവസേന ഒരു 500 രൂപ എന്ന് കൂട്ടുക. 2 ജോലിക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് കുറഞ്ഞത് 600 രൂപ വെച്ച് 1,200 രൂപ ശമ്പളം കൊടുക്കണം. ഇത് ഞാൻ ഡെയിലി വേജസിന്റെ അല്ല പറഞ്ഞത്. ഡെയിലി വേജസുകാരാണെങ്കിൽ 1000 രൂപയെങ്കിലും ഒരാൾക്ക് ശമ്പളം കൊടുക്കേണ്ടി വരും. ഇത് ഏറ്റവും കുറഞ്ഞ റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കറണ്ട് ബില്ല്, ഗ്യാസ്, വെള്ളം, വേസ്റ്റ് മാനേജ്മെന്റ് എന്നിവയ്ക്ക് ഒരു 300 രൂപ വേറെയും പോകും. ഇതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ 5,000 രൂപ കച്ചവടം നടന്നാൽ പോലും നിങ്ങളുടെ കയ്യിൽ ബാക്കി വരുന്നത് വെറും 500 രൂപയോ അതിൽ താഴെയോ ആയിരിക്കും. ഞാൻ വെറുതെ പറഞ്ഞതല്ല. നിങ്ങളൊന്ന് ഒരു പേപ്പറും പേനയും എടുത്ത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ലക്ഷങ്ങൾ മുടക്കി രാപ്പകൽ കഷ്ടപ്പെട്ട് വെറും 500 രൂപയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ദിവസം? അതൊന്ന് ചിന്തിച്ചു നോക്കൂ. മാത്രമല്ല, നിങ്ങൾ എടുത്തിരിക്കുന്നത് KFCയോ ഡൊമിനോസോ പോലെ ആളുകൾ തേടിപ്പിടിച്ചു വരുന്ന വലിയ ബ്രാൻഡ് ഒന്നുമല്ലെങ്കിൽ വെറും ഒരു ബോർഡ് വെച്ചത് കൊണ്ട് മാത്രം ആരും കടയിൽ കയറില്ല. ആ ബ്രാൻഡിന്റെ പേര് വളർത്താൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് റോയൽറ്റി കൊടുക്കുന്നത്? സ്വന്തമായ ഒരു പേരിൽ നല്ല ക്വാളിറ്റിയിൽ തുടങ്ങിയാൽ ഈ പറയുന്ന ഫ്രാഞ്ചൈസി ഫീസും കമ്മീഷനും എല്ലാം നിങ്ങൾക്ക് ലാഭിക്കാം. അതുകൊണ്ട് ഏതൊരു ഫ്രാഞ്ചൈസി എടുക്കുന്നതിന് മുമ്പും അവർ നിലവിൽ നടത്തുന്ന 3 ഷോപ്പുകളിലെങ്കിലും നേരിട്ട് പോയി അവിടുത്തെ മുതലാളിമാരോട് സംസാരിക്കണം. അപ്പോൾ അവർ അവരുടെ വിഷമങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും. അവരുടെ യഥാർത്ഥ ലാഭം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ മുന്നിട്ടിറങ്ങാൻ പാടുള്ളൂ. ബിസിനസ് ചെയ്ത് വിജയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ അത് ഇതുപോലത്തെ കെണികളിൽ പെട്ടുപോകാതെ ബുദ്ധിപൂർവ്വം ചെയ്യുക തന്നെ വേണം. തള്ളുകളില്ലാത്ത കണക്കുകൾ മാത്രം സംസാരിക്കുന്ന കൂടുതൽ ബിസിനസ് ഐഡിയകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.